ഡിഫറൻഷ്യൽ ജോമെട്രിയിലെ ചാപ്റ്റർ 14 പാരാമെട്രൈസ്ഡ് സർഫസസ് അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ്. ഫസ്റ്റ് ഒരു എക്സാമ്പിളാണ്. എക്സാമ്പിൾ 10. ലെറ്റ് ഫൈ ഫ്രം ഐ ക്രോസ് ആർ ടു ആർ ക്യൂബ് ബി ഡിഫൈൻഡ് ബൈ. ഫംഗ്ഷൻ ഫൈനെ ഡിഫൈൻ ചെയ്യാണ്. അതിൻ്റെ ഇൻ്റർവൽ ഐ ഇസ് ഈക്വൽ ടു സെറ്റ് ടി ബിലോങ്സ് ടു ആർ സച്ച് ദാറ്റ് -1/4 ലെസ് ദാൻ ടി ലെസ് ദാൻ 1/4. Phi of t theta is equal to 1 plus t cos theta by 2 into cos theta, 1 plus t cos theta by 2 into sin theta, t sin theta by 2. നമ്മൾ ഡിഫൈൻ ചെയ്ത ഫംഗ്ഷൻ ഫൈയുടെ ഇമേജ് എന്ന് പറയുന്നത് മൊബിയസ് ബാൻഡ് ആണ്. ഇമേജ് ഓഫ് ഫൈ ഈസ് ദ മൊബിയസ് ബാൻഡ്. ഇനി അടുത്തത് തീറ്റ ഫിക്സ് ചെയ്യുമ്പോഴും ടി ഫിക്സ് ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്ന കർവ് എങ്ങനെ ഇരിക്കുമെന്നാണ് പറയുന്നത്. ഫസ്റ്റ് നോക്കുക. നോട്ട് ദാറ്റ് ദ കർവ് ടി ടു ഫൈ ഓഫ് ടി തീറ്റ ഫിക്സ്ഡ് ആർ സ്ട്രൈറ്റ് ലൈൻ സെഗ്മെന്റ് സെൻറ്റേർഡ് ഓൺ ദ യൂണിറ്റ് സർക്കിൾ ഇൻ ആർ സ്ക്വയർ ആൻഡ് മേക്കിംഗ് എൻ ആംഗിൾ θ/2 വിത്ത് S1 S2 പ്ലെയിൻ. അവിടെ എന്താ പറയണത്? തീറ്റ ഫിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് സ്ട്രൈറ്റ് ലൈൻ സെഗ്മെൻറ്റ്സ് ആണ്. എങ്ങനെയുള്ളത്? ആർ സ്ക്വയറിലുള്ള യൂണിറ്റ് സർക്കിൾ സെൻറ്ററായിട്ട് വരുന്ന സ്ട്രൈറ്റ് ലൈൻ സെഗ്മെൻറ്റ്സ് ആണ്. കൂടാതെ അത് ഒരു ആംഗിൾ θ/2 ഫോം ചെയ്യുന്നുണ്ട് S1 S2 പ്ലെയിനിൽ. അടുത്തത് ടി ഫിക്സ് ചെയ്യുമ്പോൾ ദ കർവ്സ് theta to phi of t theta are periodic with period 2π if t is equal to 0 and period 4π if t not equal to 0. തീറ്റ ഫിക്സ് ചെയ്ത പോലെ നമ്മൾ ടി ഫിക്സ് ചെയ്യാണ്. ടി എവിടെ നിന്ന് മുതലാണ് വാരീസ് ചെയ്യണത്? -1/4 ലെസ് ദാൻ ടി ലെസ് ദാൻ 1/4 ആണ്. അപ്പോൾ ടി ഈക്വൽ ടു 0 ആകുമ്പോൾ അത് 2π പീരിയോഡുള്ളതായിരിക്കും. ആൻഡ് ടി നോട്ട് ഈക്വൽ ടു 0 ബാക്കിയുള്ളിടത്തേക്കില്ല. -1/4ൻ്റെയും 1/4ൻ്റെയും ഇടയിൽ ടി 0 അല്ലാത്ത ബാക്കി എല്ലാ ഭാഗത്തും എന്താണ് പീരിയഡ് 4π ആയിട്ടുള്ളൊരു കർവായിരിക്കും കിട്ടുക. അതാണ് അതിൽ പറയുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ആ എക്സാമ്പിൾ. അടുത്തത് ഒരു ഡെഫിനേഷനാണ് വെക്റ്റർ ഫീൽഡ് എലോങ് ഫൈ എന്ന് പറയുന്നത്. നമ്മൾ ഫൈ ഫ്രം യു ടു Rn+1 Rn+k പറയണത് ഒരു സ്മൂത്ത് മാപ്പാണ്. യു ഓപ്പൺ ഇൻ Rn ആണ്. അങ്ങനെയാണെങ്കിൽ എ വെക്റ്റർ ഫീൽഡ് എലോങ് ഫൈ ഈസ് എ മാപ്പ് എക്സ്. വെക്റ്റർ ഫീൽഡ് എലോങ് ഫൈ എന്ന് പറയുന്ന ഒരു മാപ്പ് എക്സ് ആണ്. എങ്ങനെയുള്ളത്? യുയിലുള്ള ഓരോ പിക്കും ഒരു വെക്റ്റർ S(p)നെ അസൈൻ ചെയ്യുന്ന ഒരു മാപ്പ്. അതിനെയാണ് വെക്റ്റർ ഫീൽഡ് എലോങ് ഫൈ എന്ന് പറയുന്നത്. ലെറ്റ് ഫൈ ഫ്രം യു ടു Rn+k ബി എനി സ്മൂത്ത് മാപ്പ് യു ഓപ്പൺ ഇൻ Rn. A vector field along phi is a map X which assigns each point P belongs to U. A vector S of P belongs to phi of R of phi of P n+k. ഇനി അടുത്തൊരു ഡെഫിനേഷൻ എസ് ഇസ് സ്മൂത്ത്. നമുക്കറിയാം ഒരു ഫംഗ്ഷൻ സ്മൂത്ത് ആണെങ്കിൽ അതിൻ്റെ ഓരോ കമ്പോണൻറ്റ് ഫംഗ്ഷനും SI ഫ്രം യു ടു ആറും യുവിൽ സ്മൂത്ത് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ എസ്സിനെ സ്മൂത്ത് എന്ന് പറയാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ മൊഡ്യൂൾ 1ൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അതേ ഡെഫിനേഷനാണ്. എസ് ഈസ് സ്മൂത്ത് ഇഫ് ഇറ്റ് സ്മൂത്ത് എസ് എ മാപ്പ് യു ടു എസ് ഫ്രം യു ടു ആർ സ്ക്വയർ ഇൻറ്റു n+k ദാറ്റ് ഈസ് ഇഫ് ഈച്ച് SI ഫ്രം യു ടു ആർ ഈസ് സ്മൂത്ത് ഓൺ യു. എസ് ഓഫ് പിനെ ഡിഫൈൻ ചെയ്യണത് അറിയണോ? എസ് ഓഫ് പി ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് പി. പിന്നെ അതിൻ്റെ എന്താണ് കമ്പോണൻറ്റ് ഫങ്ഷൻസ് ആണ് S1 ഓഫ് പി എക്സെട്ര Sn+k ഓഫ് പി. അത് പിന്നെ വെക്റ്റർ ഫീൽഡ്, ഒരു വെക്റ്റർ ഫീൽഡ് എക്സ് ടാൻജൻറ്റ് ടു ഫൈ എന്ന് പറയണമെങ്കിൽ അത് ഏത് ഫോമിലായിരിക്കണം? എസ് ഓഫ് പി ഇസ് ഈക്വൽ ടു ഡി ഫൈ ഓഫ് പി വൈ ഓഫ് പി. വൈ അറിയണത് ഒരു വെക്റ്റർ ഫീൽഡാണ് യുവിലുള്ളത്. പിന്നെ ഇപ്പോൾ നമ്മൾ വെക്റ്റർ ഫീൽഡ് ടാൻജൻറ്റ് ടു ഫൈ എക്സ് ടാൻജൻറ്റ് ടു ഫൈ ആണെങ്കിൽ അങ്ങനെയാണെന്ന് പറഞ്ഞു. എസ് നോർമൽ ടു ഫൈ ആണെങ്കിൽ എസ് ഓഫ് പി പറയണത് ഓർത്തോഗണൽ ടു ഇമേജ് ഡി ഫൈ ഓഫ് പി ആയിരിക്കണം. എസ് ഓഫ് പിയും ഇമേജ് ഡി ഫൈ ഓഫ് പിയും പെർപെൻഡിക്കുലർ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ആ ഒരു ഫിഗർ അതാണ് പറയണത്. അതൊരു പാരാമെട്രൈസ്ഡ് 2 സർഫസ് ഇൻ ആർ സ്ക്വയർ ആർ ക്യൂബ് ആണ്. അത് പിന്നെ അതിലെ നോർമൽ വെക്റ്റർ ഫീൽഡും ആണ് ഡയഗ്രാമിലുള്ളത്. അതിൽ നോക്കിച്ചാൽ അറിയാൻ പറ്റും എസ് ഓഫ് പിയും ഇമേജ് ഡി ഫൈ ഓഫ് പിയും എന്താ പെർപെൻഡിക്കുലർ ആണ്. അത്രയേ ഉള്ളൂ. പിന്നെ കോർഡിനേറ്റ് വെക്റ്റർ ഫീൽഡിൻ്റെ ഡെഫിനേഷനാണ്. ഫൈ ഒരു പാരാമെട്രൈസ്ഡ് കർവ് ആണെങ്കിൽ വെലോസിറ്റി ഫീൽഡ് ഫൈ നോട്ട് പറയുന്നത് ഈസ് എ ടാൻജൻറ്റ് വെക്റ്റർ ഫീൽഡ് അലോങ് ഫൈ.
ഫൈയിലുള്ള ടാൻജൻറ്റ് വെക്റ്റർ ഫീൽഡാണ്. കാരണം ഫൈ ഡോട്ട് ഈസ് ഈക്വൽ ടു ഡി ഫൈ ഓഫ് ടി ആണ്. അപ്പോൾ അത് ടാൻജൻറ്റ് വെക്റ്റർ ഫീൽഡ് അലോങ് ഫൈ ആണ്. ഇനി വെലോസിറ്റി ഫീൽഡിനെ ജനറലൈസ് ചെയ്യുകയാണെങ്കിൽ ഫൈ ഫ്രം യു ടു ആർ എൻ പ്ലസ് കെ ഒരു സ്മൂത്ത് മാപ്പാണ്. യു ഓപ്പൺ ഇൻ ആർ എൻ ആണ്. ടാൻജൻറ്റ് വെക്റ്റർ ഫീൽഡ് അലോങ് ഫൈനെ ഡിനോട്ട് ചെയ്യാണ് ഈ ഐ വെച്ചിട്ടാണ്. ഐ ബിലോങ്സ് ടു 1 2 3 എക്സെട്ര എൻ. നമുക്കതിനെ ഡിഫൈൻ ചെയ്യാം. ഇ ഐ ഓഫ് പി ഇസ് ഈക്വൽ ടു ഡി ഫൈ ഓഫ് പി ഇസ് ഈക്വൽ ടു പി 0 എക്സെട്ര 1 0 എക്സെട്ര 0. എങ്ങനെയാ വെച്ചാൽ ഐ പ്ലസ് 1th സ്പോട്ടിൽ എൻട്രി 1 ആയിരിക്കും. അല്ലെങ്കിൽ പിക്ക് ശേഷം ith പൊസിഷനിൽ 1ഉം ബാക്കി എല്ലായിടത്തും 0 ആയിട്ടാണ് അതിനെ ഡിഫൈൻ ചെയ്യണത്. വെലോസിറ്റി വി അതിനല്ലേ പി ഈസ് ഈക്വൽ ടു പി 0 എക്സെട്ര 1 0 എക്സെട്ര 0 അങ്ങനെ ആയിട്ടുള്ള ഡിഫൈൻ ചെയ്യും. ഫൈ ഓഫ് പി അറിയണത് ഫൈ 1 ഓഫ് പി ഫൈ 2 ഓഫ് പി എക്സെട്ര ഫൈ എൻ പ്ലസ് കെ ഓഫ് പി ആണ്. പിന്നെ കമ്പോണൻറ്റ് ഓഫ് ഈൻ്റെ കമ്പോണൻസിനെ മറ്റൊരു രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതാണ് അടുത്തത് പറയണത്. എങ്ങനെ വെച്ചാൽ ഇ ഐ ഓഫ് പി ഇസ് ഈക്വൽ ടു ഡി ഫൈ ഓഫ് പി വി ആണ്. അതിനെങ്ങനെ എഴുതാം? ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് പി ഡെൽ വി ഫൈ 1 ഡെൽ വി ഫൈ 2 എക്സെട്ര ഡെൽ വി ഫൈ എൻ പ്ലസ് കെ ഓഫ് ഫൈ എൻ പ്ലസ് കെ. അങ്ങനെ അതിനെ ഡിഫൈൻ ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഫൈ ഓഫ് പി ഡെൽ ഫൈ 1 ഓഫ് പി ഡോട്ട് വി എക്സെട്ര ഡെൽ ഫൈ എൻ പ്ലസ് കെ ഓഫ് പി ഡോട്ട് വി. ഇതെങ്ങനെ എഴുതിയെന്ന് വെച്ചാൽ നമ്മൾ മുന്നേ ഈ ചാപ്റ്ററിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട് എന്തൊരു മെട്രിക്സിനെ, ജാക്കോബിയൻ മെട്രിക്സിൻ്റെ ഫോമിൽ എങ്ങനെ എഴുതാൻ പറ്റും എന്നുള്ളത്. അത് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെങ്ങനെ എഴുതിയത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഫൈ ഓഫ് പി ഡോ ഫൈ 1 ഓഫ് പി ഡോ യു ഐ എക്സെട്ര ഡോ ഫൈ എൻ പ്ലസ് കെ ഓഫ് പി ഡോ യു ഐ ആയിട്ട് എഴുതാൻ പറ്റും. പിന്നെ അതാണ് പറയുന്നത് ഈ ഐനെ മറ്റൊരു രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നല്ലേ. ഈ രീതിയിലാണ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുക. അതെന്താ പറയണത്? പി എന്ന പോയിന്റിലെ ഫൈയുടെ ജാക്കോബിയൻ മെട്രിക്സ് എടുത്തു വെച്ചാൽ അതിൻ്റെ ith കോളത്തിലെ എൻട്രീസ് ആയിട്ട് ഈ ഐൻ്റെ കമ്പോണൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്നാണ് അതിൽ പറയുന്നത്. So the component of EI are the entries in the ith column in the Jacobson matrix for phi at P. പിന്നെ ആ EI തന്നെയാണ് നമ്മളെ കോർഡിനേറ്റ് വെക്റ്റർ ഫീൽഡ് അലോങ് ഫൈ എന്ന് പറയുന്നത്. The EI are called the coordinate vector field along phi. ഇനി അടുത്തത് എന്താണ്? ഇ ഐ ഓഫ് പിനെ വേറെ രീതിയിലും റെപ്രസെൻറ്റ് ചെയ്യാന്നുള്ളത് തന്നെയാണ്. ഇ ഐ ഓഫ് പി ഈസ് ദ വെലോസിറ്റി അറ്റ് പി ഓഫ് ദ കോർഡിനേറ്റ് കർവ് യു ഐ ടു ഫൈ ഓഫ് u1 u2 എക്സെട്ര യു എൻ. ആൾ യു ജെ ഹെൽഡ് കോൺസ്റ്റൻറ്റ് എക്സെപ്റ്റ് യു ഐ പാസിംഗ് ത്രൂ ഫൈ ഓഫ് പി. ഇവിടെ എന്താ പറയുന്നത്? ഫൈ ഓഫ് പി എന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന കോർഡിനേറ്റ് കർവ് യു ഐ ടു ഫൈ ഓഫ് u1 u2 എക്സെട്ര യു എൻ. ആ കോർഡിനേറ്റ് കർവിലെ പി എന്ന പോയിന്റിലുള്ള വെലോസിറ്റി ആയിട്ടും ഇ ഐ ഓഫ് പിനെ റെപ്രസെൻറ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഞാൻ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് പാരാമെട്രൈസ്ഡ് ടു സ്ഫിയറിലുള്ള കോർഡിനേറ്റ് കർവിൻ്റെ എക്സാമ്പിളാണ് അടുത്തൊരു ഫിഗറിൽ തന്നിട്ടുള്ളത്. പിന്നെ ഫൈ ഒരു പാരാമെട്രൈസ്ഡ് എൻ സർഫസ് ആണ്. അങ്ങനെ വെച്ചാൽ ഫൈ നമുക്ക് റെഗുലർ എന്ന് പറയാം. ദീസ് വെക്റ്റർ ഫീൽഡ്സ് ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് അറ്റ് ഈച്ച് പോയിന്റ് പി ബിലോങ്സ് ടു യു ആണ്. കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം റെഗുലർ ആണെങ്കിൽ ഡി ഫൈ ഓഫ് പി പറയണത് നോൺ സിംഗുലർ ആയിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ അതൊരു ബേസിക് ഫോം ചെയ്യും. ഇവിടെ ടാൻജൻറ്റ് സ്പേസ് ഇമേജ് ഡി ഫൈ പിയിൽ ഒരു ബേസിസ് ഫോം ചെയ്യും. ഇനി അടുത്തത് ഒരു ഡെഫിനിഷനാണ്, ഡെറിവേറ്റീവിൻ്റെ ഡെഫിനിഷൻ. ഫൈ എന്നത് ഫംഗ്ഷൻ യുയിൽ നിന്ന് ആർ എൻ പ്ലസ് കെയിലേക്കാണ്. അതൊരു സ്മൂത്ത് മാപ്പാണ്. യു ഓപ്പൺ ഇൻ ആർ എൻ ആണ്. യു ആർ എന്നിൽ ഓപ്പൺ ആണ്. എക്സ് ഇസ് എ സ്മൂത്ത് വെക്റ്റർ ഫീൽഡ് അലോങ് ഫൈ. എക്സ് ഒരു സ്മൂത്ത് വെക്റ്റർ ഫീൽഡാണ്
ഫൈലുള്ളത്. പിന്നെ എസ് ഓഫ് ക്യൂവിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഫൈ ഓഫ് ക്യൂ കോമ എസ് ഓഫ് ക്യൂ എന്ന് ഡിഫൈൻ ചെയ്തു. അതിൽ ഓരോ കമ്പോണൻറ്റ് എക്സ് ഐ ഫ്രം യു ടു ആർ എന്ന് പറയുന്നതാണ് എസ് ഓഫ് ക്യൂ, എസിൻ്റെ കമ്പോണൻസ് ആണ്. പിന്നെ എസ് ഓഫ് ക്യൂ ഇസ് ഈക്വൽ ടു, അപ്പോൾ എസ് ഓഫ് ക്യൂ ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് ക്യൂ, പിന്നെ അതിൻ്റെ കമ്പോണൻറ്റ് ഫങ്ഷൻസ് എസ് വൺ ഓഫ് ക്യൂ എക്സെട്ര എസ് എൻ പ്ലസ് കെ ഓഫ് ക്യൂ ആയിട്ട് എഴുതാം. പിന്നെ ആൽഫ ഒരു പാരാമീറ്ററൈസ്ഡ് കർവാണ് യുവിലുള്ളത്. അങ്ങനെയാണെങ്കിൽ ആൽഫ ഡോട്ട് ഓഫ് ടി നോട്ടിനെ നമുക്ക് വി എന്ന് പറയാം. പിന്നെ ഡെറിവേറ്റീവിനെ ഡിഫൈൻ ചെയ്യാണ്. ഡെൽ വി ഓഫ് എക്സ് ബിലോങ്സ് ടു ആർ ഓഫ് ഐ ഓഫ് പി എൻ പ്ലസ് കെ ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു വി ബിലോങ്സ് ടു ആർ ഓഫ് പി റൈസ് ടു എൻ പി ബിലോങ്സ് ടു യു. ഡെറിവേറ്റീവ് ഡെൽ വി ഓഫ് എക്സിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽ വി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് പി ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് എസ് നോട്ട് ഓഫ് ആൽഫയാണ്. ഡി ബൈ ഡി ടി ഓഫ് എസ് നോട്ട് ഓഫ് ആൽഫേനെ ഡെൽ വി ഓഫ് എസ് വൺ ഡെൽ വി ഓഫ് എസ് ടു എക്സെട്ര ഡെൽ വി എസ് എൻ പ്ലസ് കെ അങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക. അതായത് ഡെൽ വി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് പി കോമ ഡി ബൈ ഡി ടി ഓഫ് എസ് നോട്ട് ഓഫ് ആൽഫ ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് പി ഡെൽ വി എസ് വൺ ഡെൽ വി എസ് ടു എക്സെട്ര ഡെൽ വി എസ് എൻ പ്ലസ് കെ. ഇനി അടുത്തൊരു നോട്ടാണ് പറയണത്. വി ഇസ് ഈക്വൽ ടു ഇ ഐ ഇസ് ഈക്വൽ ടു പി 0 0 എക്സെട്ര 1 0 എക്സെട്ര, അതായത് സ്റ്റാൻഡേർഡ് ബേസിക്കോ അങ്ങനെയുള്ളതാണ്, സ്റ്റാൻഡേർഡ് ബേസിക്കാണ്. അപ്പോൾ അതിൽ ith പൊസിഷനിൽ എൻട്രി 1ഉം ബാക്കി എല്ലായിടത്തും 0 ആയിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വിക്ക് പകരം ഇ ഐ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ആ ഡെഫിനേഷനിൽ ഡെൽ വി ഓഫ് എക്സിൽ. ഡെൽ ഇ ഐ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് പി കോമ ഡെൽ ഇ ഐ ഓഫ് എസ് വൺ ഡെൽ ഇ എക്സെട്ര ഡെൽ ഇ ഐ ഓഫ് എസ് എൻ പ്ലസ് കെ ആണ്. അതിനെ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫൈ ഓഫ് പി കോമ ഡെൽ എസ് വൺ ഓഫ് പി ഡോട്ട് ഇ ഐ എക്സെട്ര ഡെൽ എസ് എൻ പ്ലസ് കെ ഓഫ് പി ഡോട്ട് ഇ ഐ ആയിട്ട് എഴുതാം. അതന്നെ ദാറ്റ് ഈസ് ഈക്വൽ ടു ഫൈ ഓഫ് പി കോമ ഡോ ബൈ ഡോ യു ഐ ഓഫ് എസ് വൺ ഓഫ് പി എക്സെട്ര ഡോ ബൈ ഡോ യു ഐ ഓഫ് എസ് എൻ പ്ലസ് കെ ഓഫ് പി ആയിട്ട് എഴുതാമെന്നാണ് ആ നോട്ടിൽ പറയുന്നത്.